PSC പരീക്ഷകളിൽ പലർക്കും തെറ്റുന്നതും പലരെയും കൺഫ്യൂഷൻ ആക്കുന്നതുമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ നദികളും അപരനാമങ്ങളും ഒക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് നദികളും അവയുടെ അപരനാമങ്ങളും എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ദുഃഖം എന്ന് വിശേഷിപ്പിക്കുന്ന കുറച്ച് നദികളുടെ പേരാണ് നോക്കുന്നത്. ഒറീസയുടെ ദുഃഖം മഹാനദി. ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദി. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ. ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി. ബീഹാറിൻ്റെ ദുഃഖം കോസി. അസാമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര. അസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര. ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഹൊയാങ്ഹോ. ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഹൊയാങ്ഹോ. അപ്പോൾ ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദി. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി. അസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര. ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഹൊയാങ്ഹോ. ഇനി ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ചുവന്ന നദി ബ്രഹ്മപുത്ര. ഇനി ഗംഗ എന്ന് വിശേഷിപ്പിക്കുന്നത് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി. വൃദ്ധഗംഗ ഗോദാവരി. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി. അർദ്ധഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ. അർദ്ധഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ. അപ്പോൾ വൃദ്ധഗംഗ ഗോദാവരി, ദക്ഷിണഗംഗ കാവേരി, അർദ്ധഗംഗ കൃഷ്ണ. ഇനി ജീവരേഖ എന്ന് വിശേഷിപ്പിക്കുന്നവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നത് മാണ്ഡോവി. ഗോവയുടെ ജീവരേഖയാണ് മാണ്ഡോവി. സിക്കിമിൻ്റെ ജീവരേഖ ടീസ്റ്റ. സിക്കിമിൻ്റെ ജീവരേഖയാണ് ടീസ്റ്റ. ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ ഗോദാവരി. ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ ഗോദാവരി. അപ്പോൾ നമുക്കൊന്നും കൂടി പറഞ്ഞു നോക്കാം. ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദി. ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ. ബീഹാറിൻ്റെ ദുഃഖം കോസി. അസാമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര. ചൈനയുടെ ദുഃഖം ഹൊയാങ്ഹോ. ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയുടെ വേറൊരു വിശേഷണം കൂടി നമ്മൾ പഠിച്ചു. എന്താണ്? അസമിൻ്റെ ദുഃഖം. അപ്പോൾ അസമിൻ്റെ ദുഃഖം എന്നും ചുവന്ന നദി എന്നും അറിയപ്പെടുന്നത് എന്താണ്? ബ്രഹ്മപുത്രയാണ്. അടുത്തത് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി. അർദ്ധഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ. പിന്നെ ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നത് മാണ്ഡോവി. സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ടീസ്റ്റ. ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഗോദാവരി. ഇനി എനിക്ക് നിങ്ങളോടുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിൽ തന്നെ ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ.